ചേട്ടാ, ഈ സിനിമ മെയിൻലി ഏത് ജോണറിലാണ് വരുന്നത്? തുടർന്ന് ഞാൻ പറഞ്ഞു, ഒരു സർവൈവൽ പരിപാടി. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു മൃഗമായി തീരുന്നൊരു സംഭവമാണ്. ആ ഒരു ജോണർ ഞാൻ പറഞ്ഞ ഒരു സർവൈവൽ, ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. പോസ്റ്റർ കാണുമ്പോൾ വയലൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ വയലൻസിനെതിരെയാണല്ലോ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉണ്ണിമുണ്ടൻ പോലും നാർക്കോട്ട് ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. വയലൻസ് ആണോ എന്താണ്? അല്ല, ഇത് വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. അയാള് പോസ്റ്റർ കാണുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സിന്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. പടത്തിന്റെ ഒരു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ആ ഒരു കാട്ടിലേക്ക് എത്തുന്നു, അവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്നു, ഒരു പേടി വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു അതിലേക്ക് പോകുന്നത്. അത് അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നു. മനുഷ്യൻ എങ്ങനെ ഒരു ദേഷ്യം അയാൾക്ക് പങ്കുപെടുന്നു, അത് ആ പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ട്. അല്ലാണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടിയിൽ എടുത്തിട്ടില്ല. ഹലോ ബ്രോ, ബ്രോ ഇപ്പോൾ പോസ്റ്ററിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടത്തുന്നത് താങ്കൾക്ക്. അപ്പം ആ സമയത്ത് ഐ മീൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തത് മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയാലും സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഐ മീൻ പരിഭവത്തിന് പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു? എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത്, എനിക്ക് ഈ ഒരു കാല് മടങ്ങി അത് ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീണതിൻ്റെ ഒരു ഫ്രാക്ചർ വന്നതാണ്. പക്ഷെ നമുക്ക് ഫിലിം ഒരു ആ കാർഡ് നമുക്ക് ഇത്ര സമയത്തേക്കേ ഉള്ളൂ, ഒരു 3 ദിവസത്തിന് 4 ദിവസത്തേക്കുള്ളേ ഉള്ളൂ ആ കാർഡ്. അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നത് ഈ കാലം, ശരിക്കും പരിക്ക് പറ്റുന്നത് ഇപ്പോഴത്തെ കാലം. അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ചികിത്സക്കുള്ളത് ഇപ്പോഴും തന്നെ കാലം ശരിയായിട്ടില്ല. ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് ഡ്യൂപ്പൊന്നതിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ബ്രോ ഇപ്പോൾ ഇത്ര നാൾ ഞാൻ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് അർബൻ ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സിറ്റി ലൈഫിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ബ്രോ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു? ഒന്നും ചെയ്യണമെന്നില്ല, സത്യം പറഞ്ഞാൽ. അല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ സിറ്റി ലൈഫും ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് തൃശ്ശൂർ കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസറിലേക്കല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ക്യാരക്ടറിനോട് ചേഞ്ചും വന്നിട്ടില്ല, സെയിം അത് തന്നെ. പിന്നെ നമ്മുടെ ഈ പടത്തിലൊരു പ്രശ്നം മൊബൈല് കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, അതൊരു പ്ലസ്. പിന്നെ തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സജഷൻ എന്തുണ്ടെങ്കിലും അത് പറയാം, ഒരു ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ ഒരു മൂടനുസരിച്ച് അങ്ങനെ പോകുന്നു. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പോൾ ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു. ജോഷി സാറിന്റെ 2 സിനിമകളിൽ. എന്താണ് ഇത്ര ഗ്യാപ്പ് വരാനുള്ള കാരണം? നല്ലൊരു പടം പിടിക്കണേ, പടം ഇല്ലാണ്ടല്ല, 3-4 ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു പ്രൊജക്ട് നമ്മൾ 2020-21 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് അത് കൊറോണ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റ്. കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിന്റെ കുറേ പ്രശ്നങ്ങൾ വന്നു, വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനു വേണ്ടി സത്യം പറഞ്ഞ 4 വർഷത്തോളം ഒരുപാട് ഇതിനു വേണ്ടി തന്നെ മുടിയും താടിയും വളർത്തി കുറേ നാളെ ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പടങ്ങൾ അങ്ങനെയും പോയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ അധികം പടമൊന്നും വന്നിട്ടൊന്നുമില്ല, അതാണ് ചെയ്തിട്ടുണ്ട്. ഒരു അടിച്ചമർത്തൽ പോലെ വന്ന അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും അത് ഞാൻ ഇറങ്ങി കഷ്ടപ്പെടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം നടന്നിട്ടില്ല. നമ്മളായിട്ട് ഇറങ്ങി കഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ അതുപോലെ നമ്മള് എൻ്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനമായതുകൊണ്ട് എല്ലാത്തിലും എങ്ങനെ എടുക്കേണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഇതെനിക്ക് കേട്ടപ്പം ഭയങ്കര രസമായിട്ട് തോന്നി. സർവൈവൽ പരിപാടി നമ്മളൊരു മൃഗത്തിനായിട്ട് കേട്ടത് എല്ലാവരും കിട്ടുന്നില്ല. അപ്പം ഞാനത് കണ്ണും കൂട്ടി പിന്നെ അതിലേക്ക് നിന്നത്. കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയില്ല,
ഒന്നായിട്ടാണെന്ന് തോന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ പറയല്ലോ വരും കൂടുതലും ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ്, അത് ഇതുവരെ വന്നിട്ടില്ല. ഫ്യൂച്ചർ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ആക്ഷൻ മൂവീസിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, മസിൽ ഉള്ളതുകൊണ്ടാണ്. മസിലുള്ളതല്ല, എനിക്ക് പറ്റുന്നത് തോന്നുന്നു. നിങ്ങൾ ഇതും കണ്ടു നോക്കട്ടോ. ഞാനെല്ലാം അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ആക്ഷൻ പടത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഞാൻ ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോഴും ആക്ഷൻ ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിറങ്ങിയത്. ഈ പടം അതിനൊക്കെ ഒരു കാരണമാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ബോഡി ഇല്ല, എൻ്റെ പണ്ടേയുടെ ബോഡി. അല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു? അത് ഞാൻ പറയാം, പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി മുടി വളർത്തിയിരുന്നു. മുടിയെ താടി അതിന് വേണ്ടി വളർത്തിയിരുന്നു. അല്ലാതെ വേറെ സെറ്റായിട്ടില്ല. സോറി, പിന്നെ നമുക്ക് ബോഡീൻ്റെ ടോട്ടലി ആ ഒരു ഫിറ്റ്നസിൻ്റെ ഒരു ഷേപ്പ് മൊത്തത്തിൽ കളയാന്നുള്ളതാണ് ഒരു ഗ്രാമം പരിപാടിയായിട്ട്. അതൊന്ന് കളഞ്ഞെടുക്കുന്നു. ഇപ്പോൾ അമീർ ബ്രോയെ കാണുമ്പോഴേ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ കാണുമ്പം ശരിയാണല്ലോ, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹം എന്താ നമുക്ക് തോന്നി. ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഈ പോസ്റ്റർ കണ്ടപ്പോൾ സത്യത്തിൽ ഇന്ന ആളാണെന്ന് മനസ്സിലായില്ല. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. അപ്പം നമുക്ക് തോന്നി ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് അപ്പം അങ്ങനെ ഒരു തോന്നൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി, ഇദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വഴിയല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ മുമ്പിൽ ഞാൻ എപ്പോഴും ജോലി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ്. അപ്പം പുള്ളി സെവൻസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ പുള്ളി ഒരു 18 വർഷത്തോളം വീട്ടിലുള്ള ആളാണ്. പുള്ളി ഒരു ചെറിയ ക്യാരക്ടറും അതൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു സമയം വരുമ്പോൾ ഞാൻ ആ സ്ഥലത്തെത്തുന്നത്. അത്രേ ഉള്ളൂ എൻ്റെ. അതുകൊണ്ട് നമ്മൾ മുമ്പിലോട്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഹോപ്പ് എന്ന് പറയുന്നൊരു സാധനം മുമ്പിലേക്ക് വെച്ച് പോകുന്ന സമയത്തുമ്പോഴത്തേക്ക് അതിനുള്ള എനിക്കും വരും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസമുണ്ട്. അതൊരു നായിക എങ്ങനെയാണ്, ഒരു നാടൻ കഥാപാത്രമാണോ ഇത്? അതെ, സാധാരണ ഒരു എന്താ പറയുക, കാടിന്റെ പശ്ചാത്തലത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി. ഇതുവരെ ചെയ്ത വേഷങ്ങളുടെ ഡിഫറെന്റ് ആണോ അതോ? ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയിൽ ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ്. രണ്ടും നാടൻ ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അമ്പലവാസി പെൺകുട്ടിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു മൂവിയിലായാലും ഒരു നാടൻ ക്യാരക്ടറാണ്. എന്താണ്, ഡാൻസർ ആണോ ആക്ച്വലി? അതെ അതെ. ഡാൻസ് പെർഫോമൻസോ സോങ്സോ എന്തെങ്കിലും ഇതിലുണ്ടോ? ഈ മൂവിയിൽ ഇല്ല, അങ്ങനെ രണ്ട് മൂവിയിലും ഡാൻസ് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ വേഷങ്ങളാണ്, ഡാൻസ് ചെയ്തൊരു പാട്ടൊക്കെ ഹിറ്റ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? അങ്ങനെയില്ല, നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാം എന്നുള്ളതാണ്. 10 വർഷം മുമ്പാണല്ലോ ഏകദേശം 10 വർഷം മുമ്പാണ് അമീറിനെ സുധേവിനെ വെച്ച സിനിമ ചെയ്തത്. അവിടുന്ന് ഈ 2025 എത്തുമ്പോൾ അമീർ എന്ന് പറയുന്ന നടനിലെ ഒരു വളർച്ച എങ്ങനെ കാണുന്നു ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ? ഇപ്പൊ അദ്ദേഹം ചോദിച്ചത് തന്നെ അതിനകത്ത് കാര്യമാണ്. കാരണം ഈ ഒരു മൗനമായിട്ടിരിക്കുന്ന സമയത്തും അമീർ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പൊ ഈ സമയം വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ഈ സിനിമയുടെ പൂർത്തീകരണത്തിന്. അതൊരു നടനെ സംബന്ധിച്ചോളം ഇന്നൊരു വലിയ ആവശ്യമാണ്. ഇപ്പം അഭിനയിച്ചിട്ട് ചായ കഴുകിക്കളഞ്ഞ് AC റൂമിലേക്ക് മടങ്ങി പോകുന്നതല്ല ഒരു നടൻ. ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്റെ ഭാഗത്തുനിന്ന് വേണം. അവസരം കിട്ടാത്തത് മാത്രമല്ല അമീറിന്റെ ഒരു ഇത് തോന്നുന്നു, അമീർ അതിനു വേണ്ടി എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് വല്ലാത്തൊരു മെച്യൂരിറ്റിയാണ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ അമീർ ഈ ഒരു ക്യാരക്ടറിലേക്ക് അപ്പേട്ടനെ സജസ്റ്റ് ചെയ്തത് അമീർ എന്ന് പറഞ്ഞു. അപ്പൊ അമീറിന്റെ കൂടെ അഭിനയിച്ച വേറെ നടന്മാരുണ്ട്, പക്ഷെ ഇദ്ദേഹത്തെ തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണോ അതോ അത് പ്രൊഫഷണൽ ഒരു ക്യാരക്ടറിനെ ആറ്റാൻ തോന്നുന്നു? എന്താണ് റീസൺ? അതിന് മറുപടി ഞാനെന്ന് പറഞ്ഞിട്ട്, അതായത് ഈ മൈ ലൈഫ് പാർട്ണറിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യേണ്ട മലയാളത്തിൽ ഇന്നത്തെ 2 സൂപ്പർ താരങ്ങളാണ്. അവരുടെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടന്നതാണ്. എനിക്ക് ഡേറ്റ് തരുമ്പോൾ അതിലൊരു നടൻ മാന്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജലി മേനോൻ ചെയ്യുന്ന ഒരു സിനിമയിലെ ഒരു വളരെ പ്രധാന കഥാപാത്രം ചെയ്യേണ്ടതുകൊണ്ട് താങ്കളുടെ സിനിമയുടെ സബ്ജക്ട് ഇഷ്ടപ്പെട്ടിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റൊരു പ്രധാന നടൻ
അദ്ദേഹം അതേ വർഷം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്നെയായിട്ട് നടത്തിയതാണ്. നടത്തി അവസാനം ഞാൻ പലരുടെയും കാര്യം പിടിച്ചു. ഇപ്പോഴത്തെ പല താരം എനിക്കൊന്ന് അവസരം തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തയ്യാറായി വന്ന ഒരു നടൻ അമീറാണ്. പിന്നെ കണ്ടെത്തിയതാണ് സുദേവിനെ. അപ്പം അമീർ വിളിച്ചാൽ ചെല്ലുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടിയാണെന്ന് തന്നെയാണ് ഞാൻ ആ വിളിയിൽ ഓടിച്ചത്. അതില് സൂര്യ പറഞ്ഞത് തന്നെ ഞാനൊറ്റ കോള് പുള്ളിനെ ചെയ്തുള്ളൂ. അപ്പൊ അതില് എന്താണ് ഏതാണ് ഒന്നും ചോദിക്കാൻ തന്നെയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു ക്യാരക്ടറാണ്, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നിനക്ക് ഓക്കെയാണോ? പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. അതെ, വേറെ അതില് മറുത്തൊരക്ഷരം അത് ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ടീം വർക്കായിരുന്നു അതിൽ. അവിടെ നമ്മളിൽ ഒരാളായിട്ട് അത്രയും വന്ന് പുള്ളി അതിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വലിയൊരു മാക്സിമം ഒരുപാട് ചുമ്മാ പറഞ്ഞില്ല, ഒരൊറ്റ വാക്കിന്റെ പുറത്തോ ഇപ്പൊ പറഞ്ഞില്ല, ബന്ധത്തിന്റെ പുറത്തോ. അല്ലാതെ പപ്പേന്റെ വിളിച്ചിട്ട് എന്റെ അച്ഛനാക്കാനുള്ള അതൊന്നും നോക്കിയില്ല. എന്തൊരു ക്യാരക്ടർ യോഗ്യാണോ ഞാൻ അതേ. മലയാളത്തിലെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് പുലി, മോഹൻലാൽ ചെയ്തിട്ടുള്ളത് പുലിയാണ്. ഈ സിനിമയിലെ കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? ഇപ്പം മാഡം ചോദിച്ച പോലെ ഒരു വയലൻസ് ഉണ്ടോ എന്ന് സിനിമയിൽ ചോദിച്ചില്ലേ? നമ്മളെപ്പോഴും മനുഷ്യന്റെ വയലൻസ് ആണ് കാണുന്നത്. ഇത് മൃഗത്തിന്റെ ഉള്ളിലെ ഒരു മനുഷ്യന്റെ വയലൻസിനെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം മനുഷ്യന് മാത്രമല്ല പ്രതികാരവും ഒക്കെ പറയുന്നത്, മൃഗത്തിനുമുണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ തലത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് പല മൃഗങ്ങളും ഈ പറയുന്ന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളൊക്കെ വില്ലന്മാരാകുന്നത്. പക്ഷെ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗം. ഈ സിനിമ കൃത്യമായിട്ട് വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട് പ്രതികാര ബുദ്ധി. അത് മനുഷ്യനോടല്ല മൃഗത്തിനോടായാൽ പോലും അവിടെ ഈ സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. മലയാള സിനിമയിലെ ഒരു നായക സ്ഥാനം അല്ലെങ്കിൽ ഒരു സൂപ്പർ താര പദവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നായകന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പടത്തിൽ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലെന്ത് എനിക്ക് പറയാം? സ്വാഭാവികമായിട്ട് ഫസ്റ്റ് പടം അല്ല ഇപ്പൊ കഴിഞ്ഞൊരു പടം, ഇപ്പൊ കഴിഞ്ഞ ദിവസം സെൻസറിങ് ആയിരുന്നു. ആ സിനിമയിൽ നമ്മൾ പ്രധാന 2 പേരെ നായകന്മാരായിട്ട് ഫിക്സ് ചെയ്തതാണ്. പക്ഷെ അവരൊക്കെ പറയുന്ന 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഡേറ്റ് തരാമെന്ന് പറയുമ്പോൾ ആയസിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് 3 വർഷം ആയസ് കടന്നു പോകുന്ന പോലെയാണ് എന്റെ ജീവിതത്തിലും കടന്നു പോകുന്നത്. ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരിക്കൽ സാധാരണ താരങ്ങളായിട്ട് വന്നിട്ട് പിന്നീട് വലിയ താരങ്ങളായി മാറുമ്പോൾ പിന്നെ അവരുടെ ഡേറ്റ് കിട്ടുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ പോലെ ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തതായിട്ട് പോലും എനിക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഇത് തന്നെ. ഇപ്പം അമീറിനെ എന്നൊരു നടൻ ഈ കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറായത് പോലും ഒരു നടന്മാരും ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ എന്തൊക്കെയാണ് വേണ്ടത് അതല്ല. എന്താ പറയുക, അവർക്ക് വേണ്ട ആഡംബരങ്ങൾ, ക്യാരാവൻ, അതൊരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അത് ഒരു സാധാരണ പ്രൊഡ്യൂസറുടെ എന്താ പറയുക കീശിയാണ് കാര്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നടന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ അവരുടെ ഇടപെടൽ ഭയങ്കരമാണ്. ഇങ്ങനെ ആർട്ടിസ്റ്റിനെ കിട്ടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാനറിന്റെ പ്രശ്നമാണോ, അതോ ബന്ധങ്ങളുടെ പ്രശ്നമാണോ, അതോ നമ്മളോട് വിശ്വാസം കുറയുന്നതാണോ, എന്താണ്? എന്റെ കാര്യം പറയാം, അതെനിക്ക് പറയുന്നതിനും ബുദ്ധിമുട്ടില്ല. അതായത് എന്റെ ആദ്യ സിനിമയിലും ആ പടത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. എന്റെ ചെയ്ത മിക്ക സിനിമകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ ഇവിടെ പ്രശസ്തനായ ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ്. ഇപ്പൊ ലോഹിതാറിന് മുമ്പിൽ നിവേദ്യത്തിൽ അഭിനയിക്കാൻ ചെന്ന് നടനാകാനുള്ള ആഗ്രഹമുണ്ടല്ല, സംവിധാനം സഹായിയായി ചെന്നപ്പോൾ അദ്ദേഹത്തിനെ നടനാക്കിയതാണ്. അപ്പൊ ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നീ ചെയ്ത ഒരു അവാർഡ് സിനിമ കൊണ്ട് ഇന്ന താരത്തെ നിനക്ക് ഡേറ്റ് കിട്ടില്ല, നീ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. ഒരു നടനെ വെച്ച് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടന്റെ ഒരു സാമീപ്യം നമുക്ക് വേണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പുതിയ നടന്മാർക്ക് പലരും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ബിഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കിട്ടാത്ത എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും അവരുടെ അടുത്ത് ആ പ്രഭാവത്തിന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. ഈ ആദ്യ സിനിമ ഉൾപ്പെടെ അത് ഞാൻ ഫേസ് ചെയ്തതാണ്. ഈ നാടൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട് ഇതില് ഒരു നായികയായും പിന്നെ അതുപോലെ തന്നെ ഒരു ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞു, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതായത് ഒരു സെക്കൻഡ് മൂവിയാണെന്ന് തോന്നുന്നു, അതില് നായികയായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അഭിനയിക്കാൻ അത് ഈസി ആയിരുന്നു? സെക്കൻഡ് ഈ തേറ്റ മൂവിയില് ക്രൂ ഞാൻ പറഞ്ഞല്ലോ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല, ടെൻഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ സിനിമയില് മൃഗത്തെ ഉപയോഗിക്കുന്നുണ്ടല്ലോ,
അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? വന്യജീവിയാണോ അതോ ഒറിജിനൽ മൃഗമാണോ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മളിതിൽ ഡ്യൂക്കും ഡമ്മിയും ഗ്രാഫിക്സുമാണ് മെയിൻലി ഇതിലുള്ളത് കൂടുതൽ. അപ്പോൾ അതിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനൊരു പന്നിനെ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ പുലിനെ വരെ ട്രെയിൻ ചെയ്ത് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും. ഈ സാധനത്തിന് നമുക്ക് ഒരിക്കലും ട്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ഡബ്ബി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്സുമാണ് കൂടുതൽ. അല്ല, ഗ്രാഫിക്സ് ഡബ്ബി വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഗ്രാഫിക്സുമായിട്ട് മാച്ച് ആകുന്നു, അത് ഒരു കോംപ്ലിക്കേഷൻ തന്നെയല്ലേ? അത് ബ്രോ എനിക്ക് തോന്നുന്നു പടത്തിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അത്. കാരണം നമ്മൾ രണ്ടാൾക്കാരെ നമ്മൾ കാണിച്ചിരുന്നു പടം, അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഒരു ഫിക്സഡ് ആയിട്ടുള്ളതാണ്. അപ്പം അതൊരു വലിയ പ്രോബ്ലംസ് ആയിട്ട് അതിൽ വന്നിട്ടില്ല. അല്ലല്ല, അമീറിന്റെ വ്യക്തിക്ക് ആ ഒരു പിന്നെ ഡബ്ബി വെച്ച് ചെയ്യുമ്പോൾ ഇത് റിയലി നമ്മളൊരു സിനിമയിൽ കാണുമ്പോൾ എത്രത്തോളം അത് വർക്കൗട്ട് ആവുന്ന ഒരു ഭയം ഉണ്ടായിരുന്നുള്ളത്? അതുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ട്രോൾ ചെയ്തിട്ട് ഒന്നും കൊലവിളിക്കും എന്നുള്ളത് എന്തായാലും ഉണ്ടാവുമല്ലോ. അതല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ പടം കണ്ടിട്ട് വരുന്നതിന് മുമ്പും ഫിലിം കണ്ടിട്ട് തന്നെ വന്നത്. അതിന് ആ ചെയ്തതിനുള്ള റിസൾട്ട് അതുണ്ട്. ആ സ്ക്രീനിൽ വന്നപ്പോഴും അതതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, വേറൊരു കാര്യം, ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ബാനറിലും ട്രെയിലറിലും ഒക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് മൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നരിവേട്ട ഇറങ്ങി, നരിവേട്ട നല്ല ത്രെഡുള്ള ഒരു മൂവിയാണ്. പക്ഷെ അത് തിയേറ്ററിൽ അത്രത്തോളം ഒരു സക്സസ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം അതിന് കിട്ടേണ്ട നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡിന്ന് പേടിച്ച് ഫാമിലികൾ കയറാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അങ്ങനെ ഫാമിലി കേരള എന്നൊരു പേടിയുണ്ടോ? നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കുന്നത് UA ആണ്. 13+ ആണ്. ഉണ്ട്, നല്ല ഡാർക്ക് ഷെയ്ഡ് പറഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ഫാമിലി സബ്ജക്റ്റ് ആണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമുക്ക് അതൊക്കെ അനുസരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഡാർക്ക് മോഡിലേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫ് എത്തിക്കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ക്യാരക്ടർ പന്നിയും മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കുറച്ചും കൂടി പിന്നെ നമ്മുടെ ട്രെയിലറിലൊക്കെ കുറച്ചും കൂടി ഫാമിലിനെ കുറച്ചും കൂടി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ട്, നമുക്ക് എന്തായാലും ട്രെയിലർ എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. അമേരിക്കൻ ഫിലിം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് 1 മണിക്കൂർ 40 മിനിറ്റോളം ഫിലിം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊന്നാലും ഉണ്ട്, ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, അതിൽ ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു 2 മിനിറ്റിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല പോർഷൻസ് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 1.5 മണിക്കൂറോളം നമുക്ക് ഫാമിലി ബേസ്ഡ് തന്നെയാണ് പോകുന്നത്. പിന്നെ ആ കഥ അനുസരിച്ച് നമ്മൾക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. മെയിൻലി നമുക്ക് ത്രെഡ് ഇതാണ്, ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു പരിപാടി മാത്രമാണ് ഉദ്ദേശം. അതിന് വേണ്ടി നമ്മൾ ആ നാട് കാണിക്കുമ്പോൾ എന്തായാലും അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഇത് കാണിക്കണം, ഫാമിലി കാണിക്കണം, ഇമോഷൻസ് കാണിക്കണം, ഭാര്യ ബന്ധം ഇതൊക്കെ കാണിക്കണം. അപ്പോൾ അതുണ്ട്. ഒരു ഫീമെയിൽ ക്യാരക്ടർ ഒരു ഹീറോയിനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിലുണ്ട്. എന്തായാലും ലൊക്കേഷൻസ് എവിടെയൊക്കെയായിരുന്നു? നമ്മൾ തൃശ്ശൂരായിരുന്നു, PG ഫോറസ്റ്റിലായിരുന്നു കൂടുതൽ. കാട് മൊത്തം PG ഫോറസ്റ്റായിരുന്നു, ബാക്കി ഷൂട്ടൊക്കെ തൃശ്ശൂരായിരുന്നു. പ്രൊഡ്യൂസർ ചേട്ടാ, ഒരു ഫിലിം എടുക്കാനുള്ള ചങ്കൂറ്റം എങ്ങനെ കിട്ടി? ഒരു ഫാമിലി സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഫാമിലി ഇടിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? എൻ്റെ സബ്ജക്റ്റ് കിട്ടാറെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരെ, എൻ്റെ സംവിധായകൻ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരന്മാർ 4-5 പേരുണ്ട്. അവരുള്ള വിശ്വാസം, പിന്നെ അവർ കൊണ്ടുവന്ന അമീർ, പപ്പേട്ടൻ, അവരിലേക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവസാനമായിട്ട് ഞങ്ങൾക്ക് ആള് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുറേ പേര് നന്നായി ഹെൽപ്പ് ചെയ്തതിന് ഒരു പോസിറ്റീവാണ്. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞ പോലെ നല്ല ഹാപ്പിയാണ്. പപ്പേട്ട, ഇപ്പം നിവേദ്യം വഴി ഒരു ഭയങ്കര എൻട്രി മലയാളത്തിലേക്ക് ലഭിച്ച ഒരാളാണ് താങ്കൾ. ഇപ്പം ലോഹിതദാസ് സാറ് കണ്ടുപിടിച്ചൊരു നടനാണ് താങ്കൾ. എന്തുകൊണ്ട് അതിനുശേഷം പിന്നെ സിനിമയായിട്ട് ഫുൾ സംവിധാനത്തിൽ ഫോക്കസ് ചെയ്തു? ഞാൻ 15 സിനിമകൾ ചെയ്തതാണ്, കുട്ടിശ്രാം ഉൾപ്പെടെ 15 സിനിമകൾ ചെയ്തതാണ്. പക്ഷെ എൻ്റെ ഒരു എയിം ഒരു സംവിധായകനായിരുന്നു. അപ്പോൾ ഈ സംവിധായകനാകുക എന്ന് പറയുന്നത് ഇത്തിരി ജോലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം മടക്കി വെച്ച് കുറേ സീരിയലൊക്കെ ചെയ്തു, ഉപജീവനമാർഗം കഴിയണ്ടേ. അപ്പം അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയോട് കൂടുതൽ അടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത സിനിമയാണ് മൈ ലൈഫ് പാർട്ണർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടനല്ല ഞാൻ താല്പര്യപ്പെട്ടത്, ഒരു സംവിധായകനായിരുന്നു.
ഇനി ആരെങ്കിലും അഭിനയിക്കാനൊക്കെ വിളിച്ചാൽ പോകുമോ? കുറച്ച് നല്ല അതുപോലെ കഴിഞ്ഞ 5 വർഷം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയ എൻ്റെ വീഡിയോ ചെയ്ത് നമുക്കൊക്കെ അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ തന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു. ഈ എബ്രഹാം ലിങ്കണോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് 6 മണിക്കൂർ തരുവാണെങ്കിൽ, മരം വെട്ടാൻ കാട് വെട്ടാൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 4 മണിക്കൂർ എൻ്റെ ആക്സിൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച കൂടുമെന്ന് പറഞ്ഞു. ബാക്കി 2 മണിക്കൂർ ഞാൻ മരം വെട്ടുമെന്ന് പറഞ്ഞു. ഈ 5 വർഷത്തിന് എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ സൈലന്റ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാനൊരു സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിംഗ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു. അതിന്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എമ്പുരാനെക്കാട്ടി വളരെ ക്രൂരമായ ഒരു എന്താ പറയുക ഒരു പ്രശ്നം നേരിട്ട ആളാണ് ഞാൻ. അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു ആ സിനിമ നിങ്ങൾ എനിക്ക് തരും. അങ്ങനെ അവരുടെ ഉപാധികളോടെ ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ്. ആ വിഷമത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രൊഡ്യൂസറും കൂടി ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ പാടില്ല. അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല, എന്തുകൊണ്ട് ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങളോട് പറയും. ഇപ്പൊ നമ്മുടെ ഒരു ഈ വയലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയെ കുറിച്ച് ഭയങ്കരമായ ചർച്ചകൾ വരികയും ഈ സെൻസർ ബോർഡിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പപ്പേട്ടൻ തന്നെ ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പപ്പേട്ടന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയും മീഡിയാസിലടക്കം വന്ന് പറയുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ തേറ്റ അതേപോലെ പടം എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഒരു വയലൻസിന് പ്രാധാന്യമുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഈ പല കാര്യങ്ങൾക്കും വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് ആ സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ടു മുമ്പ് പപ്പേട്ടൻ സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങളടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നമുക്ക് ഒരു വയലന്റ് മൂവിയല്ല. അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്ന ഒരു നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞെന്ന് പറയണം. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും മെമ്പറായിരുന്നു, കാരണം അവരല്ല തീരുമാനിക്കുന്നത്. എന്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല, ഏതോ ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന് ഇപ്പം മാർക്കോ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു ഇതിന്റെ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആടുജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇവിടെ നിന്നല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ഡമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത്. അവരുടെ വാക്കിനോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയില്ല. അതിന്റെ ഭാഗമായ ഒരാളെന്ന നിലയിൽ പറയാം. പക്ഷെ തേറ്റ അങ്ങനല്ല. തേറ്റ ക്ലീൻ ആയിട്ട് UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം തന്നെ സിനിമ കാണാൻ ഒരു സർട്ടിഫൈ ചെയ്തതാണ് അത്. അതിന്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ്. അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ്. എമ്പുരാന്റെ വിവാദങ്ങൾ വെറുതെയാണെന്നാണോ സർ പറഞ്ഞു വരുന്നത്? എമ്പുരാന്റെ വിവാദം വെറുതെയാണെന്ന് ഞാൻ പറയുന്നില്ല. എമ്പുരാന്റെ വിവാദം ശരിയായിരിക്കാം, അത് അതിനെക്കുറിച്ച് ഖണ്ഡിക്കുകയല്ല. പക്ഷെ എമ്പുരാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റിയെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനെക്കാട്ടുള്ള രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തത്. ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ്. അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്കൊന്നും ആ വിഷയത്തിൽ നിന്ന് മാറാം. കാരണം ഇത് നമ്മുടെ തേറ്റയുടെ പ്രൊമോഷനാണ്. അല്ല സാറിന്റെ സിനിമയുടെ പേരും കൂടി പറയാറുണ്ടെങ്കിൽ ടോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര്. അത് വേദനയോടെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട്. കാരണം ഞാൻ ഒരു പക്ഷേ അത് പറഞ്ഞു പോയാൽ ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ ഒളിച്ചു വെച്ചതാണ്. കാരണം അതെന്റെ ഒരു ആവശ്യമാണ്. എന്റെ ദയനീയാവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ നമുക്ക് പറയാൻ പറ്റും. രാഷ്ട്രീയ ഇടപെടലുകൾ സെൻസർ ബോർഡിനെ ബാധിക്കുന്നതാണ്. രാഷ്ട്രീയ ഇടപെടലുകളല്ല, ചില മനുഷ്യരുടെ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുകളുണ്ട്. ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാവും, നല്ലൊരു മിടുക്കനായ ഒരു ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും, ആരുടെയൊക്കെ പ്രവൃത്തിയായിരിക്കും. അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല പോയിന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇപ്പൊ വേടൻ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു, വേടന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ പല കാര്യങ്ങളും. ഇപ്പൊ മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ്, ഒരു വയലൻസ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞാൽ ആ കുഞ്ഞൊരിക്കലും വിഷം കുടിക്കില്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത്. നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം. നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതും പറയും. തീ കൈ വരിക്കുന്ന കുട്ടി എന്തുകൊണ്ട് ഒരു മോശ സിനിമ കണ്ട് വഴിതെറ്റെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെയാണ്. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല വഴി പറയേണ്ടത്, നമ്മളിലേക്ക് തിരിച്ചു നോക്കണം. ഒരു വയലൻസ് സിനിമയെ ഒരു സൊസൈറ്റിയെ മോശമാക്കുന്നില്ല. എവിടെ മോശമാക്കുന്നുണ്ട്? നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെ ആക്കി വിടുന്നത്. വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ, ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം.
അതുകൊണ്ടായിരിക്കും വേടറിലേക്ക് കൊടുങ്കാറ്റ് പോലെ കുട്ടികൾ പാച്ചു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത്. ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെയും അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താം, കാരണം ഇത് തേറ്റയാണ്. ഇത് ഞാനോ എന്റെ ചിന്തകളോ അല്ല. തേറ്റ നല്ല സിനിമയാണ് കേട്ടോ, അത് വളരെ നല്ല സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത്. എന്തുവേണം പറയാം, എനിക്ക് ലോകത്ത് എന്നെ മാത്രം പേടിയുള്ള വ്യക്തിയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പല കാര്യങ്ങളും തുറന്നു പറയുന്നത് ഈ തുറന്നു പറയുന്നത് കൊണ്ടാണോ പല താരങ്ങളും ഡേറ്റ് തരാത്തത്? തരണ്ട, എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത്. പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടന്നല്ല, അല്ലേ സുദേവ്, അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോവാണ് ചെയ്തത്. അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ, നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത്. കാലം എന്ത് ചെയ്യുന്നു നമ്മൾ അനുസരിക്കും, നമ്മളൊക്കെ ടൂൾസ് മാത്രമാണ്. ഈ സംവിധാനം ചെയ്യാൻ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇപ്പൊ എല്ലാ സംവിധായകരും സംവിധാനം ചെയ്യാൻ പറ്റാതെ ആവാം അഭിനയത്തിലോട്ട് തിരിയുന്ന സമയമാണ്. അപ്പൊ എപ്പോഴെങ്കിലും അതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ലോകി സാറിന്റെ നിവേദനത്തിലൂടെ കിട്ടിയത്. അപ്പൊ ഇനി പിന്നെ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ പോകാൻ എപ്പോഴെങ്കിലും തന്നെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ 19 വയസ്സായി, ഇനി എന്റെ അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകമറിയുന്ന ഒരു സിനിമ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കാം. നടന്നില്ലെങ്കിൽ അന്ന് മരിച്ചു വീഴാൻ മതി. അരങ്ങൊഴിയുന്ന മനുഷ്യരെ പോലെ ഞാനും ഇല്ലാതായി പോകട്ടെ, അന്ന് വരെ ജീവിക്കാമല്ലോ. ഇപ്പൊ ലോകി സാർ ഇവിടെ നമുക്ക് 16 വർഷമാവാം. ഇപ്പോഴും ലോകി സാറിന്റെ എന്തെങ്കിലും ഒരു ഉപദേശം ഇപ്പോഴും മനസ്സിൽ ഒരു ധൈര്യം പോലെ? ലോകി സാർ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്റെ മരണശേഷമായിരിക്കുന്നു. വായിക്കപ്പെടാതെ പോയ, പറയപ്പെടാതെ പോയ ഒരു സംവിധായകനാണ് ലോകി സാർ. ലോകി സാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും ഇവിടെയില്ല. അദ്ദേഹത്തിന്റെ നിഴല് പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകരുണ്ട്, അവരുടെ പ്രഭാവവും കെട്ടിരിക്കുകയാണ്. അപ്പം ഹീറോ ലോകി സാർ തന്നെയാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്കും വേണ്ടി ലോകി സാർ നടന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാം അല്ലേ, അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ് നിങ്ങൾ തീരുമാനിക്കുക സിനിമ എന്താണെന്ന്. ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭയിൽ നിൽക്കുന്നതിന്റെ വേരുകൾ ഉറപ്പിച്ചത് ലോകി സാറിനെ പോലെ എഴുത്തുകാർ തന്നെയാണ്. ഇന്ന് പല താരങ്ങളും കുമ്പിള പോലും വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ്. ശരിയല്ലേ? ലോകി സാർ ഇപ്പോഴും എന്റെ മനസ്സിൽ ഗുരു മാത്രമല്ല, എനിക്ക് ജീവൻ തന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ്. ചിത്രമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഒരു കാട്ടുപന്നിയായിട്ടുള്ള തന്നെ സങ്കടം രംഗങ്ങളൊക്കെ ഉണ്ട്, കൂടെയുള്ള മലയിടുന്ന നായകൻ. അപ്പൊ അത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ എഫർട്ടിനെ കുറിച്ച് താങ്കൾ പറഞ്ഞേ പറ്റുമോ, പറയണം. ഒരുപാട് ചില ദിവസങ്ങൾ ഞങ്ങള് ഇത് ഡമ്മിയുണ്ട്, അങ്ങനെ കൂടുതലുള്ള ഗ്രാഫിക്സ്. പക്ഷെ കുറെ ദിവസം അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോയി. വളരെയധികം വർഷങ്ങൾ പടത്തിൽ 2 ഹീറോ ഉണ്ട്, അതിലൊരു ഹീറോ കൂടിയാണ് ആയിരിക്കുന്നത്. അപ്പോൾ പുള്ളിനോട് ഞാൻ തന്നെ ചോദിക്കാം, കൂടെ ഒരു ഹീറോയും കൂടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടത്തിന്റെ എക്സ്പീരിയൻസ് എൻ്റെ കൂടെ അഭിനയിച്ചത്? പറയും. ഞാൻ മൈക്കിന്റെ കയ്യിൽ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്, ഇതില് സംസാരിക്കണത് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം. പിന്നെ അമീർ ബ്രോയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സെവൻസ് സിനിമ കാണുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ സിനിമകളും പരമാവധി ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. പിന്നെ ആ സിനിമ കാണാൻ നേരത്ത് അതിനകത്തൊരു ഫൈറ്റ് സീക്വൻസിൽ അമീർക്ക് ഇങ്ങനെ എല്ലാവരുടെയും സെൻട്രലിൽ കയറി വന്നിട്ടൊരു ഗേറ്റ് ഇങ്ങനെ ചവിട്ടി പൊളിക്കുന്ന ഒരു സീന്, അത് തിയേറ്ററിൽ നല്ലൊരു കയ്യടി കിട്ടിയൊരു സീനായിരുന്നു. അതിൽ ഞാനും കയ്യടിച്ച ഒരാളായിരുന്നു. അത് ഞാൻ അമീറിനോട് നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ആളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെന്താ പറയാ, ഏതൊക്കെ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള അതിലൊക്കെ ഫേസ് കണ്ടിരുന്നോ? ഞാൻ 16 വയസ്സിലാണ് അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് ദിലീപേട്ടൻ്റെ ഡോൺ എന്ന് പറഞ്ഞ സിനിമ, ഷാരികര സാർ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒന്നും മിണ്ടാതെ സുഗീതേട്ടൻ്റെ ജയറാമേട്ടൻ്റെ അത്യാവശ്യം ഡയലോഗ് എനിക്ക് കിട്ടിയ സിനിമ ഏതാണ്? ഡയലോഗ് ചെയ്തിട്ടുള്ള സിനിമ ഇതേറ്റ. എനിക്ക് വെറും ആർട്ട് പാസിങ്ങും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് മരുഭൂമിയിലാണ്, അതായത്
ആവേശത്തിലെ അമ്പാൻ ശരിക്കും എൻ്റെ സുഹൃത്താണ് സജിൻ ഗോപു. ഞങ്ങള് ലോക്ക്ഡൗൺ ടൈമിൽ വരെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അമീർ ബ്രോയും കൂടിയിട്ട് ഒരു 5 എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു പാലക്കാട്. അപ്പോൾ അതുവഴി ഡ്രോപ്പായി പോയ സിനിമ. അതാണ് ശരിക്കും ആദ്യം അഭിനയിച്ചത്. ഒരു ഡയലോഗ് കേട്ട് സീനിട്ട് അന്നാണ് അമീർ ബ്രോനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സിനിമയിലൂടെ അങ്ങനെ കിട്ടി. ആളുടെ കൂടെ സുഹൃത്തായിട്ടാണ് കിരൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഈ സിനിമയുടെ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞാനും എൻ്റെ കൂട്ടുകാരുടെ അനീഷ്, അതുപോലെ റംസൽ അസീസ്, ശരത്ത്, വേണുഗോപാൽ, ഈ 4 പേര് കൂടിയാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്, ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം അതിൽ പ്രൊഡ്യൂസറായിട്ട് ഇഗ്നോഷ് എൻ്റെ അയൽവക്കാണ്. ആളിലേക്ക് ഈ കഥ അങ്ങനെ സമീപിച്ചു. അപ്പോൾ എന്തിനും തയ്യാറായിട്ട് നമുക്ക് ചെയ്യാം, സിനിമ ചെയ്യാം. അതിനിടയിൽ കുറേ സ്ട്രഗിളിങ്ങും കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും. തൃശ്ശൂർ ഗ്യാങ്ങാണോ മൊത്തം ഇതില്? ഏതോ തൃശ്ശൂർ ഗ്യാങ്ങാണോ മൊത്തം? അതെ, തൃശ്ശൂർ. അപ്പൊ അങ്ങനെ വിനോഷ് എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഈ സിനിമ സംഭവിച്ചു. പിന്നെ പപ്പേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയൊരു ഇത് കൂടി ഒരുപാട് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സന്തോഷം. പപ്പേട്ട ഇപ്പം വന്യമൃഗമാണല്ലോ ഒരു കേന്ദ്ര കഥാപാത്ര സിനിമയിൽ. കേരള രാഷ്ട്രീയത്തിൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഈ വന്യജീവി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഒരുപാട് അല്ലേ, ഇത്ര ശക്തമായിട്ട് ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണ ആയുധം തന്നെ അത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കുട്ടിയുടെ മരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് അവകാശം കൊടുക്കേണ്ടത് കേന്ദ്രമാണെന്നും സംസ്ഥാനമാണെന്നും ഉള്ള രീതിയിലൊക്കെ പരസ്പരം പഠിച്ചാലാണ് നടക്കുന്നത്. ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം വരാൻ പോകുന്ന ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. അപ്പം ഒരു പ്രധാന പ്രചാരണ ആയുധം തന്നെ, ഒരു മുഖ്യ വിഷയം തന്നെ വികസനത്തിന്റെ അപ്പുറത്ത് ഈ മൃഗങ്ങളുടെ വിഷയം തന്നെയാണ്. ഈ നിലമ്പൂര് ജനതയടക്കം പ്രത്യേകിച്ച് വനമേഖലയിലുള്ള ജനത ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരൊരു അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ്. അപ്പം ഈ ഒരു ഇടത് ചിന്തയുള്ള അല്ലെങ്കിൽ ഒരു ഇടത് മനസ്സുള്ള, അപ്പൊ അത് ഇപ്പം ചോപ്പ് കൊടി പിടിക്കുന്ന രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മനുഷ്യത്തിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരു ഇടത് രാഷ്ട്രീയം. അങ്ങനെയുള്ള മനസ്സുള്ളവർ പോലും ഇതിനകത്ത് എന്ത് സ്റ്റാൻഡ് എടുക്കണം, ഇപ്പം വേട്ടയാടണോ എന്ന് പറയണോ, അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ നമുക്കറിയാം ഈ എന്താ പറയാ, ഈ കാടുകളിലൊക്കെ ആമസോൺ വനാന്തരങ്ങളിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ പോലും അതിലുള്ള പ്രതിഷേധം പോലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിൽ ഉയർന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പം എന്ത് നിലപാടെടുക്കണം, ഒരുപാട് ആളുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടത് മനസ്സുള്ളവർ. അപ്പൊ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ഇടത് എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയമല്ല, അതിനപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണല്ലോ ഇടത് രാഷ്ട്രീയം. അപ്പൊ ഈ ഒരു വന്യജീവി വിഷയത്തിൽ ശരിക്കും എന്താണ് സാറിന് ആ ഒരു വിഷയത്തിൽ നോക്കിയത്? പ്രത്യേകിച്ച് തേറ്റ പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ വന്യമൃഗം, ശരിക്കും എന്താണ് അതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം? അല്ല, തേറ്റ പറയുന്നത് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തേറ്റ പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, കാട്ടിൽ നിന്ന് മൃഗം നാട്ടിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അതിന്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. ഇപ്പം കാടും കയ്യേറുന്ന ഒരു മനുഷ്യന് അതിന് നിലനിൽപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് ഒരു മൃഗം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഇടത് രാഷ്ട്രീയമായാലും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. KPCA പോലുള്ള ഒരു സംഘടന കലയിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ ഒരു പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ഓരോ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തിടുന്നത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വിഷയം കടന്നു വരുന്നു, അതിനുശേഷം മൃഗം പുറത്തിറങ്ങുന്നു, അതിനുശേഷം മറ്റൊരു പ്രശ്നം പുറത്തിറങ്ങുന്നു. ഇതൊരു സൈക്കിളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബോധവാന്മാരാകേണ്ടത് ജനങ്ങൾ തന്നെയാണ്. സത്യത്തിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും കാറ്റിൽ പറത്തി വ്യക്തിചിന്തയിലേക്കും അവനവന്റെ തെറ്റുകളെ മൂടി വെക്കാനായിട്ട് ഓരോ പ്രശ്നങ്ങളെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. എനിക്കെങ്ങനെയാണ് തോന്നുന്നത്, ഇന്ന് ഈ മൃഗം നാട്ടിലേക്ക് ഇറങ്ങി അതെന്ന് സ്വൈര്യവിഹാരം നടക്കുന്നതിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം വന്നാൽ ഇതിനെ മൂടി വെക്കും. അത് സ്വാഭാവിക ചിന്തയാണ്. ഒരു പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം നമ്മുടെ സമൂഹത്തിൽ വരുന്നില്ല. അത് ഈ പറഞ്ഞ ഇടചിന്തയായാലും മറ്റേത് സംഘടനയായാലും എനിക്കെങ്ങനെയാണ് തോന്നുന്നത്. തേറ്റ സത്യത്തിൽ ഈ ഒരു വിഷയം ശക്തമായിട്ട് മറ്റൊരു തലത്തിലാണ് കൈകാര്യം ചെയ്തത്. കാരണം വേദനിക്കപ്പെട്ട ഒരു മൃഗത്തിന്റെ ഒരു പ്രതികരണമാണ് ഈ സിനിമയിൽ. അവൻ പോരാടുന്നത് മനുഷ്യന്റെ മനസ്സുമായിട്ടാണ്. അവിടെ തേറ്റ അത് വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്.
അവരുടെ അതായത് ശരിക്കും പറഞ്ഞ കണ്ടന്റിനേക്കാൾ ഉപരിയായിട്ട് തിയേറ്ററിൽ വിഷ്വലൈസ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തിയേറ്ററിലേക്ക് എത്രമാത്രം നമുക്ക് OTT അല്ലാണ്ട് തിയേറ്ററിൽ കാണാനുള്ള എന്തോരം എക്സ്പീരിയൻസ് ഉണ്ടാവും, ആക്ഷൻസ് ആയാലും BGM ആയാലും കാര്യങ്ങളൊക്കെ ആയാലും എത്ര മാത്രം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ആ പടത്തിന്റെ പൂർണ്ണ രൂപം കണ്ടില്ല, കാരണം അത് അവർ വിളിച്ചപ്പോഴേ എൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ചെന്ന് കയറിയ ദിവസം ഞാൻ തിരക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരക്കഥ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. കാരണം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു കണ്ടന്റ് ആണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ ചെറിയൊരു സെറ്റപ്പിൽ ഈ സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ അന്നേരം അമീറിനോട് ചോദിച്ചു. അമീർ ഇത്ര വലിയൊരു സിനിമയെ ഈ എങ്ങനെ പ്രസന്റ് ചെയ്യും? എപ്പോഴും എനിക്കൊരു ആശങ്കയായിരുന്നു, ഇതൊക്കെ തീർക്കാൻ പറ്റുമോ, ഇത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ ഈ പറഞ്ഞില്ല, ഈ ഒരു ബാണിംഗ് ഫയർ എനിക്ക് ഈ സിനിമ സിനിമയിൽ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എത്രമാത്രം മനോഹരമായിട്ടുണ്ടെന്നുള്ളത് അമീറാണ് പറയേണ്ടത്. അമീറിന്റെ സിനിമ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെ സിനിമ കണ്ടിട്ടുണ്ട്? അമീർ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് സിനിമ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെ ഇപ്പൊ പറയില്ലേ, തൃശ്ശൂർ ലോബി എന്നൊക്കെ ഞാൻ കണ്ടതാണ്. ഞാൻ ആ റൂമിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഏതോ ഒരു അന്യഗ്രഹ ജീവി ചെന്ന പോലെയാണ്. ഞാൻ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലേ, ഏതോ 2-3 പടങ്ങൾ ചെയ്തിട്ട് മുഖം കാണിച്ച് എന്നെയൊക്കെ അവർ സ്വീകരിച്ചത് ഒരു അന്യഗ്രഹ ദൈവത്തെ പോലെയാണ് സ്വീകരിച്ചത്. ശരിക്കും ഞാനൊക്കെ ചൂടിപ്പോയി. അത്രമാത്രം ആരെങ്കിലും അവരെ സഹായിക്കാനായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ലോബിയുടെ ഒരു സ്നേഹത്തിൽ ഞാൻ വല്ലാതെ മുങ്ങിപ്പോയതാണ്. അതിനുവേണ്ടിയാണ് അവരെ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഈ സിനിമ 10 പേരും തിയേറ്ററിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു ഈ ലോബി എന്ന് പറയുന്ന സൗഹൃദ ലോബിയാണ്, അല്ലാതെ ഒരു ക്രൂര ലോബിയിൽ ആരെങ്കിലും ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. കുറെ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിനായിട്ടാണ് ഇവിടെ ലോബി നമ്മുടെയൊക്കെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടിയിരിക്കുന്നത്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടോ ഉറപ്പോ അതിലേക്ക് അല്ല, ആശാനെ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച പടം എന്നുള്ള രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഇതിലുണ്ടാവും. കംപ്ലീറ്റ് എന്ത് തോന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ഒരു കാട്ടിലേക്ക് കയറുമ്പോൾ കംപ്ലീറ്റ് പിന്നെ ആ ഒരു കാടും മരങ്ങളും ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എന്തൊക്കെ ടൈപ്പിൽ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ക്യാമറ സൈഡിലാണെന്നുണ്ടെങ്കിലും മാക്സിമം അതിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും കളിക്കാൻ. ജോലിച്ചോടൊപ്പം അഭിനയിച്ചിരുന്ന ആളായിരുന്നു, വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു പറഞ്ഞു. അപ്പോൾ ജോലിച്ചോൻ പണി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. നെക്സ്റ്റ് പണി 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജോലിച്ചേട്ടനെ എന്തെങ്കിലും ചാൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തർക്കസൂര്യം കൊടുക്കണ്ടില്ല, വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലുണ്ടെങ്കിൽ കൂടി അങ്ങനെ ജോലി സാറിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു ചാൻസിന് പോയി വെറുതെ കാല് പിടിച്ചിട്ടും കാര്യമില്ല, പോക്കോളാൻ പറയും. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം പറഞ്ഞിട്ടുള്ളൂ. പുള്ളി എങ്ങനെയാണ് ചെറിയൊരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും സാറിന്റെ പടത്തിലൊക്കെ ആ ക്യാരക്ടറിനൊരു പ്രോഗ്രസ് ഷോട്ട് ഉണ്ടാവും, ആ ക്യാരക്ടറിന് ഐഡന്റിറ്റി ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് 2 പടം കഴിഞ്ഞപ്പോൾ ഞാൻ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിന് ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവസാനം സാറ് എന്നെ എടുക്കും, ഞാൻ വിളിച്ചോളാം പോകും, നീ എപ്പോഴും എൻ്റെ അടുത്ത് വരണ്ട, അതുകൊണ്ട് എനിക്ക് വല്ലപ്പോയി ഒരു വിളി മാത്രമേ. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറത്തെ എന്നൊരു വിശ്വാസം. തൃശ്ശൂർ ലോബി അടിപൊളിയായിട്ട് ഒരു കേട്ട മൂവി സക്സസ് ആവട്ടെ. താങ്ക് യു. എല്ലാവർക്കും ഒന്നതിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു.